TP കേസ് പ്രതികൾക്ക് വാരിക്കോരി പരോൾ നൽകിയ സർക്കാർ 3 പ്രതികൾക്ക് 1000-ലധികം ദിവസം പരോൾ ലഭിച്ചു. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലം മുതൽക്ക് ഇതുവരെയുള്ള കണക്കാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. KC രാമചന്ദ്രൻ, ട്രൗസർ മനോജ്, അണ്ണൻ സജിത്ത് എന്നിവർക്കാണ് 1000 ദിവസത്തിലധികം പരോൾ ലഭിച്ചത്. 6 പേർ 500-ലധികം ദിവസം ജയിലിന് പുറത്തായിരുന്നു. നിയമസഭയിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ചോദ്യത്തിന് മുഖ്യമന്ത്രിയാണ് മറുപടി നൽകിയത്. റോഷിപാൽ വിവരങ്ങളുമായി. റോഷിപാൽ, നേരത്തെ തന്നെ TP കേസ് പ്രതികൾക്ക് പരോൾ കണക്കിലധികം ലഭിക്കുന്നതിനെ കുറിച്ച് വിമർശനമുയർന്നതാണ്. ഇപ്പോൾ എത്ര ദിവസം കിട്ടിയെന്നതിന്റെ കൃത്യമായ കണക്ക് മുഖ്യമന്ത്രി തന്നെ സഭയിൽ പറഞ്ഞിരിക്കുന്നു. അത് തിരുവഞ്ചൂരിന്റെ ചോദ്യത്തിന് മറുപടിയായി. എന്താണ് വിശദാംശങ്ങൾ? സ്മൃതി, നമുക്കറിയാം TP വധക്കേസ് പ്രതികൾക്ക് തുടക്കം മുതൽ തന്നെ സർക്കാർ സംരക്ഷണം നൽകുന്നു എന്ന ആരോപണം പ്രതിപക്ഷം ഉയർത്തിയതാണ്. ആരോപണം നിലനിൽക്കെയാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കണക്കുകൾ. ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലം മുതൽ ഇങ്ങോട്ട് TP ചന്ദ്രശേഖരൻ വധക്കേസിലെ ഓരോ പ്രതികൾക്കും ലഭിച്ച പരോളാണ്. അതിൽ 1000 ദിവസത്തിലേറെ പരോൾ ലഭിച്ചതിൽ ഏറ്റവും പ്രധാനം ഈ കൊലയാളി സംഘങ്ങൾക്കാണ് ഈ പരോൾ ലഭിച്ചത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. അതിൽ KC രാമചന്ദ്രന് ഒപ്പം ട്രൗസർ മനോജ്, അണ്ണൻ സജിത്ത് എന്നിവർക്ക് 1000-ലധികം ദിവസമാണ് ഈ കാലയളവിന് ഇടയിൽ പരോൾ ലഭിച്ചത്. അതിൽ KC രാമചന്ദ്രൻ 1081 ദിവസം പരോൾ പുറത്തിറങ്ങി. ട്രൗസർ മനോജ് 1068 ദിവസവും അണ്ണൻ സജിത്ത് 1078 ദിവസവും പരോളിൽ പുറത്തിറങ്ങി. 1000-ൽ താഴെ 500 ദിവസത്തിൽ കൂടുതൽ പരോൾ ലഭിച്ചത് TK രജീഷ് 940 ദിവസം, മുഹമ്മദ് ഷാഫി 656 ദിവസം, ഷിനോജ് 925 ദിവസം, റഫീഖ് 782 ദിവസം, കിർമാണി മനോജ് 851, MC അനൂപ് 900 ദിവസം. ഒന്ന് TP ചന്ദ്രശേഖരൻ വധക്കേസിലെ കൊലയാളി സംഘമാണിവർ. ആ കൊലയാളി സംഘം ഒരു മിനിറ്റ് റോഷിയുടെ ടെലിഫോൺ ലൈനിൽ ചെറിയ പ്രശ്നമുണ്ട്. റോഷിയിലേക്ക് വരാം. KK രമ വാർത്തയോട് പ്രതികരിക്കാൻ. ശ്രീമതി KK രമ, ഇപ്പോൾ TP കേസ് പ്രതികൾക്ക് എത്രത്തോളം പരോൾ നൽകിയെന്നതിന്റെ കണക്ക് സർക്കാർ തന്നെ പറഞ്ഞിരിക്കുകയാണ്. 1000-ലധികം ദിവസം പരോൾ ലഭിച്ചിരിക്കുന്നു. ഇത് സഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നു. എന്താണ് ഇതിനോടുള്ള ആദ്യ പ്രതികരണം? ഇത് ആദ്യത്തെ അനുഭവമല്ല സ്മൃതി. നമ്മൾ നിരവധി പ്രാവശ്യം ചർച്ച ചെയ്താണ് ഈ കേസിലെ പ്രതികൾക്ക് വഴിവിട്ട പരോൾ അനുവദിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത്. ഈ സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമുദ്രയായി കൊലയാളികൾക്കും ഗുണ്ടകൾക്കുമൊക്കെ സംരക്ഷണം നൽകുന്ന ഒരു സർക്കാർ എന്നുള്ള ഇതും കൂടി, ഒരു സൽപ്പേരും കൂടി ഈ ഗവൺമെന്റിന് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ തരത്തിലേക്കാണ് കണക്കുകൾ നമുക്ക് തരുന്നത്. ഇത് ആദ്യത്തെ അനുഭവമല്ല, ഒരുപാട് പ്രാവശ്യം നമ്മളിത് ചർച്ച ചെയ്തതാണ്. ഈ കൊടിസുനിക്ക് ഏറ്റവും ഒടുവിൽ പരോൾ ലഭിക്കുമ്പോൾ അത് മനുഷ്യാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടാണ് എന്ന രൂപത്തിലാക്കിയിരുന്നു. പക്ഷേ ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ എന്താണ് പറഞ്ഞിരുന്നത് എന്നതിന്റെ വിവരവും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നല്ലോ. മനുഷ്യാവകാശ കമ്മീഷൻ അതെന്താണെന്ന് പരിശോധിക്കണം എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഉടനെ അത് പരിശോധിക്കുന്നതല്ല, ഉത്തരവാക്കി പെട്ടെന്ന് തന്നെ പരോൾ കൊടുക്കുകയാണ്. അതെ, തീർച്ചയായിട്ടും. അത് അവർ ഇപ്പൊ മുഖ്യമന്ത്രി നിയമസഭയിൽ തന്ന മറുപടിയിലും അത് തന്നെയാണ് പറയുന്നത്. മനുഷ്യാവകാശ കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് പരോൾ കൊടുത്തത് എന്ന തെറ്റായ ഒരു വിവരം കൂടി ഇപ്പൊ സഭയിൽ തന്നിട്ടുണ്ട്. മനുഷ്യാവകാശ കമ്മീഷൻ പറഞ്ഞത് ഇത് പരിശോധിക്കണം എന്നത് മാത്രമേ ഉള്ളൂ. പരോൾ കൊടുക്കുന്നത് തീരുമാനിക്കുന്നത് സർക്കാരാണ്. അത് മനുഷ്യാവകാശ കമ്മീഷന് കൈകടത്തുന്നതല്ല എന്ന കൃത്യമായ റിപ്പോർട്ട് മനുഷ്യാവകാശ കമ്മീഷന് വന്നിട്ടുണ്ട്. അത് അങ്ങനെ തന്നെയാണ്. അവർക്കത് പറയാനുള്ള ആധികാരികമായി പറയാനുള്ള അവകാശമൊന്നും മനുഷ്യാവകാശ കമ്മീഷൻ ഇല്ല. പക്ഷെ ഇങ്ങനെയൊക്കെ ചില സംഗതികൾ ഉണ്ടാക്കിയിട്ട് ഈ പ്രതികൾക്ക് സംരക്ഷണം കൊടുക്കുകയാണ്. ഇത് ആദ്യത്തെ അനുഭവമല്ല, എല്ലാ പ്രാവശ്യവും ഇതാണ്. വഴിവിട്ട നീക്കങ്ങൾ എല്ലാ അർത്ഥത്തിലും ജയിലിനകത്തും പുറത്തും ഒക്കെ ഇവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവരെ സംരക്ഷിക്കുക എന്ന പ്രാഥമികമായ ഉത്തരവാദിത്തം മാത്രമാണ് സർക്കാർ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെ സംരക്ഷിക്കണം അവർക്ക്. ഇല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും ഈ നേതൃത്വത്തിന് അത്ര ശുഭകരമായിരിക്കില്ല. അതുകൊണ്ട് തന്നെ അവരെ എല്ലാ കാലവും കൂടെ നിർത്തുക, അവരെ ചേർത്ത് പിടിക്കുക, അവരെ തലോടുക, ഇത് തന്നെയാണ് സർക്കാരിന്റെ പ്രധാനപ്പെട്ട കാര്യം. KK രമ, ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷന്റെ കത്തിനെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് ഇന്നും സഭയിൽ അത് പറയുന്നുണ്ടെങ്കിൽ അതിനെ എങ്ങനെയാണ് പ്രതിപക്ഷം നേരിടാൻ തീരുമാനിക്കുന്നത്? അല്ല, തീർച്ചയായിട്ടും അത് സഭയിൽ ആ തരത്തിൽ തന്നെ അതിനെതിരെ നീക്കങ്ങൾ ഉണ്ടാകും. അതിലൊരു സംശയമല്ല. പ്രതിപക്ഷ നേതാവും കൂടി ആലോചിച്ചിട്ട് ഞാൻ ഇപ്പോഴാണ് അതിന്റെ മറുപടിയുടെ ഇത് വായിക്കുന്ന മറുപടിയിലാണ് അത് കൃത്യമായിട്ടത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ വിഷയം ഒരു 6 മാസം മുന്നേ നിയമസഭയിൽ ചോദിച്ചതാണ്, ഇതിന്റെ ഡീറ്റെയിൽസ് ഈ പ്രതികളുടെ പരോൾ സംബന്ധിച്ച്. പക്ഷേ നമുക്ക് ഇതുവരെ മറുപടി തന്നില്ല. എനിക്ക് മറുപടി തന്നില്ല. കാരണം അതിന്റെ വിവരങ്ങൾ ശേഖരിച്ചു വരുന്നു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നിയമപരമായി നമ്മൾ അതിനെ നേരിടാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചത്. ഇനി നിയമപരമായിട്ട് പോവുക മാത്രമേ ഇതിനകത്ത്
വഴിയുള്ളൂ. കോടതി തീരുമാനിക്കട്ടെ. കോടതിയാണല്ലോ ഹൈക്കോടതിക്ക് ഇപ്പോൾ 20 വർഷത്തേക്ക് വീണ്ടും തടവ് ശിക്ഷയൊക്കെ കൊടുത്തു. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധി വന്നിട്ട് ഏറെ നാളായിട്ടില്ല. അപ്പൊ ഇനി കോടതി ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കട്ടെ. അതുകൊണ്ട് കോടതിയെ സമീപിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. വളരെ നന്ദി കെ രമായി ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. വീണ്ടും റോഷിപാൽ, ആ കണക്കുകൾ എങ്ങനെയാണ്? TP കേസിലെ പ്രതികൾക്ക് പരോൾ ലഭിക്കുമ്പോൾ ഓരോരുത്തർക്കും എത്രത്തോളം പരോൾ കിട്ടിയിരിക്കുന്നു അനധികൃതമായി എന്നുള്ളതാണ് അറിയേണ്ടത്. ഇപ്പോൾ കൊടിസുനിയുടെ കാര്യത്തിൽ മനുഷ്യാവകാശ കമ്മീഷന് ഉത്തരവുണ്ട് എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് അയാൾക്കിപ്പോൾ പരോൾ നൽകിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ അത് എന്താണ് അതിൽ സംഭവിച്ചത് എന്ന ചോദ്യം ചോദിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അത് ഉത്തരവായി വ്യാഖ്യാനിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ സർക്കാർ നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. നമുക്കറിയാം, ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കൊലയാളി സംഘത്തെ ടി പി വധക്കേസിലെ പ്രതികളായ കൊലയാളി സംഘത്തിന് ശിക്ഷാ ഇളവ് നൽകാനുള്ള തീരുമാനമടക്കം നേരത്തെ വിവാദമായത്. അത് സംബന്ധിച്ച് വലിയ നടപടി ജയിൽ ജീവനക്കാർക്കെതിരെ ഒടുവിൽ എടുക്കുകയും ചെയ്താണ്. വിവാദമായതിന് പിന്നാലെ അതിനിടയിലാണ് ഇത്തരം ഞെട്ടിക്കുന്ന കണക്കുകൾ പുറത്തു വരുന്നത്. TP വധക്കേസ് പ്രതികൾ എന്ന് മാത്രമല്ല, ഇവർ കൊലയാളി സംഘങ്ങളാണ്. ആ കൊലയാളി സംഘങ്ങൾക്കാണ് ഇങ്ങനെ ഈ ചുരുങ്ങിയ കാലത്തിനിടയിൽ ഇത്രയേറെ ദിവസം അവർക്ക് പരോൾ ലഭിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികൾ KC രാമചന്ദ്രൻ അടക്കം. KC രാമചന്ദ്രന് ഏതാണ്ട് 1081 ദിവസമാണ് പരോൾ ലഭിച്ചത്. ട്രൗസർ മനോജിന് 1068 ദിവസം, അണ്ണൻ സുജിത്തിന് 1078 ദിവസം പരോൾ ലഭിക്കുന്നു. TK രജീഷിന് 940 ദിവസവും, മുഹമ്മദ് ഷാഫിക്ക് 656 ദിവസവും, ഷിനോജന് 925 ദിവസവും, റഫീഖിന് 782 ദിവസവും, കിർമാണി മനോജിന് 851 ദിവസവും, MC അനൂപിന് 900 ദിവസവുമാണ് പരോൾ ലഭിച്ചത്. ഇതിൽ കൊലയാളി സംഘത്തിലെ പ്രധാനിയായ കൊടിസുനിക്ക് മാത്രമാണ് പരോൾ കുറഞ്ഞ ദിവസം ലഭിച്ചത്, 60 ദിവസം. മറ്റ് എല്ലാ പ്രധാന പ്രതികൾക്കും 500-ലേറെ ദിവസം അല്ലെങ്കിൽ 1000-ലേറെ ദിവസം പരോൾ ലഭിച്ചിരിക്കുന്നു എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. 20 വർഷമാണ് ഇവർക്ക് തടവ് വിധിച്ചിരിക്കുന്നത്. ആ 20 വർഷം തടവ് ലഭിച്ച പ്രതികൾക്കാണ് ഇങ്ങനെ ഒരു നിയന്ത്രണവുമില്ലാതെ പരോൾ നൽകിയിരിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. ഈ കാര്യം നേരത്തെ തന്നെ പ്രതിപക്ഷം ഉന്നയിച്ചതാണ്. പ്രതിപക്ഷം വിമർശനമായി ഉയർത്തിയതാണ്. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് സർക്കാർ സംരക്ഷണം നൽകുന്നു എന്ന ആരോപണമാണ് പ്രതിപക്ഷം പലവട്ടമായി ഉയർത്തിയത്. ആരോപണങ്ങൾക്കിടയിലാണ് മുൻ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിയമസഭയിൽ കഴിഞ്ഞ സമ്മേളനത്തിലാണ്, 12ാം സഭാ സമ്മേളനത്തിലാണ് മുഖ്യമന്ത്രിയോട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്. അതിനാണ് ഇപ്പോൾ നക്ഷത്ര ചിഹ്നമിടാത്ത ആ ചോദ്യത്തിന് രേഖാമൂലമുള്ള മറുപടി മുഖ്യമന്ത്രി നൽകിയിരിക്കുക. ആ മറുപടിയിലാണ് ഓരോ പ്രതികളും എന്തൊക്കെ കാര്യങ്ങൾക്കാണ് അവർക്ക് പരോൾ അനുവദിച്ചിരിക്കുന്നത് എന്ന കാര്യം വ്യക്തമാക്കുന്നത്. കുടുംബത്തിനൊപ്പം സമയം ചിലവഴിക്കാൻ വേണ്ടിയാണ് ഭൂരിഭാഗം പരോൾ ഇതിൽ KC രാമചന്ദ്രൻ പരോൾ ലഭിച്ചത്. അങ്ങനെ ഓരോരുത്തർക്കും നിസ്സാരമായ കാരണം ചൂണ്ടിക്കാണിച്ച് അവർ നൽകിയ പരോൾ അപേക്ഷ ജയിൽ വകുപ്പ് അംഗീകരിച്ച് ഈ പ്രതികളെ പുറത്തിറങ്ങാനുള്ള അവസരം നൽകിയെന്നാണ് ഈ മുഖ്യമന്ത്രി നിയമസഭയിൽ നൽകിയ മറുപടിയിലൂടെ വ്യക്തമാകുന്നത്. ഇത് വലിയ വിവാദങ്ങൾക്ക് വഴിവെക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം നേരത്തെ TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾ ജയിലിനകത്ത് മൊബൈൽ ഉപയോഗിച്ചതടക്കം വലിയ വിമർശനത്തിന് ഇടയാക്കിയിരുന്നു. അങ്ങനെ തുടങ്ങിയ ഓരോ ഘട്ടത്തിലും TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ജയിലിൽ ആനുകൂല്യം ലഭിക്കുന്നു എന്ന വിമർശനം പ്രതിപക്ഷം ഉയർത്തിയിരുന്നു. ജയിലിനകത്ത് നിരന്തരം സംഘർഷമുണ്ടാക്കിയിരുന്നു പ്രതികൾ. ജയിലിനകത്ത് നിന്ന് പോലും സ്വർണ്ണക്കടത്തിൻ്റെ കൊട്ടേഷൻ ഏറ്റെടുത്തു എന്നതടക്കമുള്ള വിവരങ്ങൾ പുറത്തു വന്നതാണ്. കൊടിസുനി അങ്ങനെയുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങൾക്ക് ജയിലിനകത്ത് പോലും നേതൃത്വം നൽകുന്നുവെന്ന് കണ്ടെത്തപ്പെട്ട കൊലയാളി സംഘങ്ങൾക്കാണ് ഇങ്ങനെ ഒരു നിയന്ത്രണവുമില്ലാതെ പരോൾ നൽകിയത്. അങ്ങനെയുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഏതായാലും ഈ കാര്യത്തിൽ പ്രതിപക്ഷത്തിൻ്റെ നിലപാട് നിർണായകമായിരിക്കും. തുടക്കം മുതൽ തന്നെ TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് LDF സർക്കാർ ഇളവുകൾ നൽകുന്നു, സംരക്ഷണം നൽകുന്നു എന്ന പ്രതിപക്ഷത്തിൻ്റെ ആരോപണങ്ങൾ ശരിവെക്കുന്ന രീതിയിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ശരി, റോഷിപാലാണ് ഓരോ പ്രതികൾക്കും കിട്ടിയ പരോൾ ദിവസങ്ങളുടെ വിശദാംശങ്ങൾ അടക്കമുള്ള വിവരങ്ങൾ നൽകിയിരിക്കുന്നത്. സഭയിൽ ഇപ്പോൾ മുഖ്യമന്ത്രി ഇത്ര ദിവസവും പരിശോധിച്ചു വരുന്നു എന്നുള്ള മറുപടിയാണ് ലഭിച്ചതെന്ന് KK രമ പറഞ്ഞു. ഇപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് ഈ കണക്കുകൾ മുഖ്യമന്ത്രി സഭയിൽ അറിയിച്ചിരിക്കുന്നത്.